കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അർജുനെ കൗശിക് തീ നിറഞ്ഞ കിണറ്റിൽ തൂക്കിയിടുന്നതായിട്ടാണ്. എന്നിട്ട് ദൂരെ മാറി നിന്ന് ചിരിക്കുകയായിരുന്നു. ഇനി തുടർന്ന് കാണാം. ഓഹോ, ഇത് കൗശികിന്റെ പണിയായിരുന്നോ? ഇന്നത്തോടെ നിന്റെ കഥ ഞാൻ അവസാനിപ്പിച്ചിരിക്കും. കൗശിക് കയറിലെ പിടിവിടാൻ തുടങ്ങുകയായിരുന്നു. അർജുൻ കിണറിനകത്തേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്തു. വേണ്ട വേണ്ട. കൗശിക് ചിരിച്ചുകൊണ്ട് വീണ്ടും ആ കയർ മുകളിലേക്ക് വലിച്ചെടുത്തു. നീ ശിവാനിയെ കൊല്ലാതെ എന്നെ ശരിക്കും പറ്റിച്ചു കളഞ്ഞു. അതിനുള്ള ശിക്ഷ നിനക്ക് ഉറപ്പായും കിട്ടിയേ തീരൂ. കാരണം നീ ഒരു വിശ്വാസവഞ്ചകനാണ്. കൗശിക് ദേഷ്യം വന്നിട്ട് അർജുനെ ആ കിണറ്റിനകത്തേക്ക് എറിയുന്നു. അതിൽ അർജുൻ തീയിൽപ്പെട്ട് മരണമടഞ്ഞു. ശിവാനിയുടെ മനസ്സിനെ പെട്ടെന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. അവളുടെ ശക്തി ഉപയോഗിച്ച് നോക്കുമ്പോൾ കാണുന്നത് കൗശിക് അർജുനെ മരണക്കിണറിലേക്ക് വലിച്ചെറിയുന്നതാണ്. ശിവാനി ഉടനെ ഓടി അഞ്ജലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അഞ്ജലി, കൗശിക് അർജുനെ കൊന്നുകളഞ്ഞു. എന്ത്? അതെ, അവനെ തീക്കിണറിലേക്ക് എടുത്തെറിഞ്ഞു. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള അർജുനെ കൗശികിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തണം. അതെ, കരുണാന്റിയോടും നമുക്കെന്തെങ്കിലും ഉത്തരം പറയേണ്ടതല്ലേ? അഞ്ജലിയും ശിവാനിയും കൗശികിന്റെ അടുത്തേക്ക് പുറപ്പെട്ടതായിരുന്നു. പെട്ടെന്ന് അവരുടെ വണ്ടിയുടെ മുമ്പിലേക്ക് മയൂരി കടന്നു വന്ന് നിൽക്കാൻ തുടങ്ങി. ശിവാനിയും അഞ്ജലിയും പരസ്പരം നോക്കി. വരൂ, നമുക്കിന്ന് മയൂരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അഞ്ജലിയും ശിവാനിയും വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു. നോക്കൂ, ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വന്നതല്ല. പിന്നെ വണ്ടിയുടെ മുന്നിൽ ചാവാൻ വേണ്ടി വന്നതാണോ? ഞാൻ കൗശിക്കിനെ ഉപേക്ഷിച്ചിട്ട് വന്നതാണ്. ശിവാനി, നീ ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഇത് കൗശിക്കിന്റെ അടുത്ത തന്ത്രമാണെന്ന് തോന്നുന്നു. അവൻ നമ്മളെയും ചതിയിൽപ്പെടുത്തി കൊല്ലാൻ നോക്കുകയാണ്. ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഇനി ഞാൻ അവന് വേണ്ടി ഒന്നും ചെയ്യില്ല. അതെയോ? പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? അത് ഞങ്ങളോട് പറയാമോ? എല്ലാത്തിനും കാരണം പുതുതായി വന്ന ആ ഏക്തയാണ്. ഏക്തയോ? മയൂരിയും അഞ്ജലിയുടെയും ശിവാനിയുടെയും കൂടെ പുറപ്പെടുന്നു. ശരിക്കുള്ള അർജുൻ എവിടെയാണെന്ന് എനിക്കറിയാം. കാരണം അവനെ ഒളിപ്പിച്ചിരിക്കുന്നത് ഞാനാണ്. നീ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കൂട്ടിയിട്ട് പോ. മയൂരിയും ശിവാനിയും അഞ്ജലിയും 3 പേരും അർജുനെ അന്വേഷിച്ച് യാത്രയായി. അതേ സമയത്ത് മയൂരിയെ നിങ്ങൾ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. എന്നാൽ ആ മയൂരി വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ അവനെപ്പറ്റി ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. കാരണം അപമാനപ്പെട്ടവർ പകരം വീട്ടാതെ ഒരിക്കലും പോകില്ല. നമ്മൾ കുറച്ച് സൂക്ഷിച്ചിരിക്കുന്നതാണ് നല്ലത്. മയൂരിക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ല. കൗശികിനെ എതിരിടാൻ അവൾ തുനിയില്ല. അതെ, അത് സത്യമാണെന്ന് തോന്നുന്നു. നമ്മളെ എതിർത്താൽ എന്ത് നടക്കുമെന്ന് ആ മയൂരിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് അവൾ ഒരിക്കലും ചെയ്യില്ല. അതേസമയം മയൂരി ശിവാനിയെയും അഞ്ജലിയെയും ഒരു ഗുഹയുടെ പുറത്തെത്തിച്ച് അവിടെ നിർത്തി. നീ ഇവിടേക്ക് എന്തിനാണ് വിളിച്ചോണ്ട് വന്നത്? അർജുനെ ഞാൻ ഇവിടെയാണ് അടച്ചിട്ടിരുന്നത്. ആലോചിക്കാൻ തുടങ്ങി. നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം ശിവാനി. വർഷങ്ങളോളം ഞാൻ തപസ് അനുഷ്ഠിക്കും. എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്. എന്റെ ശാപത്തിൽ നിന്ന് നീ എനിക്ക് മോക്ഷം നേടിത്തരും. അതുപോലെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. 7 ജന്മങ്ങളോളം ഞാൻ നിങ്ങളെ കാത്തിരിക്കും നാഗേഷ്. നിന്നെ ഇവിടെ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ. വരൂ ശിവാനി, നമുക്കകത്തു പോയി അർജുനെ വിളിച്ചോണ്ട് വരാം. ശരി, പോകാം. മയൂരിയും ശിവാനിയും അഞ്ജലിയും 3 പേരും ഉള്ളിലേക്ക് പോകുന്നു. മയൂരി പോയി ഒരു മരത്തിന്റെ പെട്ടി എടുത്തുകൊണ്ട് വരുന്നു. ഈ പെട്ടിക്കുള്ളിൽ ഒരു കുപ്പിയുണ്ട്. ആ കുപ്പിക്കകത്താണ് ഞാൻ അർജുനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. അഞ്ജലി ഉടനെ തന്നെ ആ ബോക്സ് തുറന്നു. എന്നിട്ട് അതിൽ നിന്ന് ആ ബോട്ടിൽ പുറത്തെടുത്തു. എന്നാൽ അതിനകത്ത് ഒന്നുമുണ്ടായിരുന്നില്ല. മയൂരി, നീ ഞങ്ങളെ ശരിക്കും പറ്റിച്ചു. വീണ്ടും നീ പഴയ സ്വഭാവം എടുക്കുകയാണോ? ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. വേണ്ട അഞ്ജലി, അതിന് മയൂരിയെ കുറ്റപ്പെടുത്തണ്ട. എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിനകത്ത് മയൂരിയുടെ ഒരു തെറ്റുമില്ലെന്നാണ്. അപ്പോൾ അർജുൻ എവിടെ? ആ കൗശിക് ഭയങ്കര തന്ത്രക്കാരനാണ്. അവൻ നമ്മൾ വരുന്നത് മനസ്സിലാക്കി അർജുനെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ശരി, അവനെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാമോ മയൂരി? എനിക്കറിയാം. ഇനി നീ എന്റെ കൂടെ വരൂ. ശിവാനി മുന്നിൽ തന്നെ നടക്കാൻ തുടങ്ങി. മയൂരിയും അഞ്ജലിയുമാകട്ടെ അവളുടെ പുറകെ തന്നെയുണ്ട്. കരുണയും പീഹുവും മുറിയിലിരിക്കുകയായിരുന്നു. അവർ സംസാരിക്കുകയാണ്. ഇത്ര നേരായിട്ട് അർജുൻ വന്നില്ല. ഈ അഞ്ജലിയും ശിവാനി ഇതെവിടെ പോയി? എല്ലാവരും കടയിൽ പോയിരിക്കുകയാണ്. മാർക്കറ്റിൽ പോയിട്ട് വളരെയധികം നേരമായി. ഈ സമയത്തിനുള്ളിൽ അവർ എത്തേണ്ടതാണ്. നിങ്ങൾ വിഷമിക്കേണ്ട. വിഷമിച്ചാൽ നിങ്ങളുടെ BP കൂടുമെന്നറിയില്ലേ? അവർ വന്നോളും കേട്ടോ.
ശിവാനി ഒരു പാറക്കല്ലിനടുത്ത് പോയി അവിടെ നിൽക്കാൻ തുടങ്ങി. ഇവിടെ എന്തിനാണ് വിളിച്ചോണ്ട് വന്നത്? എനിക്കിവിടെ ഒരു പാമ്പുള്ളതായി തോന്നുന്നു. തീർച്ചയായും അർജുൻ ഇവിടെ കാണും. അർജുൻ ഇവിടെ തന്നെയുണ്ട്. ശിവാനി ഒരു വലിയ കരിങ്കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റി. അതിന് കീഴെയായി ഒരു ഗുഹ കാണാനുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. ഇവിടെ ഒന്നുമുള്ളതായി തോന്നുന്നില്ലല്ലോ. ശിവാനി തന്റെ കണ്ണുകളിൽ നിന്ന് ഒരു വെളിച്ചം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ അവിടെയുള്ളൊരു കല്ല് പൊട്ടിപ്പോയി. അതിനകത്ത് ഒരു ബോട്ടിലുണ്ടായിരുന്നു. അതെ, അർജുൻ ഇതിനുള്ളിൽ തന്നെയുണ്ട്. അഭിനന്ദനങ്ങൾ ശിവാനി, നമുക്ക് അർജുനെ കിട്ടിക്കഴിഞ്ഞു. ശിവാനി, ആ കുപ്പി എടുത്തുടച്ചിട്ട് അർജുനെ രക്ഷിക്കാൻ നോക്ക്. ശിവാനി തന്റെ കണ്ണിൽ നിന്ന് വീണ്ടും ആ വെളിച്ചം പുറപ്പെടുവിച്ചു. എന്നാൽ ഇപ്രാവശ്യം ആ വെളിച്ചം ആ ബോട്ടിലിന് മേലെ ഏൽക്കാതെ ഒരു നാഗിനിയുടെ മേലാണ് പതിച്ചത്. ആ നാഗിനി മറ്റാരുമല്ലായിരുന്നു, അത് ഏക്തയായിരുന്നു. 3 പേരും ഏക്തയെ നോക്കാൻ തുടങ്ങി. അത്രയും പെട്ടെന്ന് അർജുനെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചോ? നിങ്ങൾ അങ്ങനെ വിചാരിച്ചെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്. അന്ന് നീ ആ കൗശിക് കാരണം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. മയൂരി ഏക്തയുമായി പോരാടുന്നു. 2 പേരും പരസ്പരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ശിവാനി തന്റെ ശക്തി ഉപയോഗിച്ച് ആ സ്ഥലത്തെ ബന്ധിച്ചു വെക്കുന്നു. അതുമൂലം കൗശിക്കിന് അവിടെ നിന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയാതെയാകുന്നു. എന്റെ ഈ കണ്ണാടിയിൽ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അതിനർത്ഥം എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. അപ്പോഴേക്കും മയൂരിയും ഏക്തയും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ അഞ്ജലിയും ചേരുന്നു. അവർ ഏക്തയെ നന്നായി ഉപദ്രവിച്ചു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൗശിക് ഓടിയെത്തുകയുണ്ടായി. കൗശിക് തന്റെ ശക്തി ഉപയോഗിച്ച് മയൂരിയെയും അഞ്ജലിയെയും പിരിച്ചു കളയുന്നു. എന്നിട്ടുറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ വിഷനാഗിനി സ്വയം നശിക്കാൻ വേണ്ടിയാണോ നീ ഇവിടെ വന്നത്? എന്താണെങ്കിലും ഇന്ന് തീരുമാനാവട്ടെ കൗശിക്. നാഗമാണിക്യത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വെറുതെ വിട്ടത്. ഇല്ലെങ്കിൽ പണ്ടേ നിന്നെ ഞാൻ കൊന്നേനെ. അഞ്ജലി, കൗശിക്കിന് അവന്റെ സ്ഥാനം കാണിച്ചു കൊടുക്ക്. അങ്ങനെയോ? അഞ്ജലി എന്നെ എതിർക്കാൻ മാത്രമുള്ള ആളായി മാറിയോ? നീ ഒരു കാര്യം മറന്നുപോയി ശിവാനി. ആ അഞ്ജലിയെ ഒരു മായശക്തി കൊണ്ട് നിർമ്മിച്ചത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അവൾക്ക് എന്നെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? അഞ്ജലി ചെന്ന് കൗശിക്കിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അതൊന്നും തന്നെ കൗശിക്കിനെ ഏൽക്കുന്നതേയില്ല. അത് കണ്ടിട്ട് കൗശിക് ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഒത്തിരി അങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര നാൾ നീ രക്ഷപ്പെടും? ശിവാനി കൗശിക്കിന് മുകളിലേക്ക് തീഗോളം അയച്ചു. എന്നാൽ കൗശിക് അതിനെ ഊതിക്കൊണ്ട് വെറും പുകയാക്കി മാറ്റുന്നു. കൗശിക് ഒരു കുന്തമെടുത്ത് ശിവാനിയുടെ മേലെ എറിയുന്നു. എന്നാൽ ശിവാനി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അപ്പോൾ ഏക്തയും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് മയൂരിയെ ബന്ധിച്ചു വെച്ചു. അഞ്ജലിയും ഏക്തയും പരസ്പരം പോരാടാൻ തുടങ്ങി. അപ്പോൾ കൗശിക് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. കൗശിക് ഇതെവിടെ പോയി? നേരിടാൻ ധൈര്യമില്ലാതായപ്പോ അപ്രത്യക്ഷനായോ? കൗശിക് എത്ര മണ്ടനാണെന്ന് വിചാരിച്ചോ നീ? നിന്നെ കൊല്ലാനുള്ള ഏർപ്പാടിലാണവൻ. അല്പനിമിഷത്തിൽ മനസ്സിലാവും മരണം ആരുടേതാണെന്ന്. അഞ്ജലിയും മയൂരിയും ഏക്തയെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ശിവാനി ഒരു കത്തിയുമായി കടന്നുവന്ന് ഏക്തയുടെ വയറ്റിലേക്ക് കുത്തിയിറക്കി. എന്നിട്ട് 2ാമത്തെ കത്തി വെച്ച് ഏക്തയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി. ഏക്ത മരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അർജുനെ രക്ഷപ്പെടുത്താം. നമുക്ക് കുപ്പി ഇവിടുന്ന് എടുക്കാം ആദ്യം, എന്നിട്ട് പുറത്തു പോകാം. കൗശിക് അടുത്ത തന്ത്രവും കൊണ്ട് വരുന്നതിന് മുമ്പ് കടക്കുന്നതാണ് നല്ലത്. അതെ, അത് ശരിയാണ്. നമുക്ക് അർജുനെ വീട്ടിൽ കൊണ്ടേ പുറത്തിറക്കാം. ആ ബോട്ടിൽ മയൂരി തന്റെ കയ്യിലെടുക്കുന്നു. എന്നിട്ട് 3 പേരും യാത്ര തുടങ്ങി. മയൂരിയുടെ കയ്യിൽ നിന്നും ആ ബോട്ടിൽ തെന്നി താഴെ വീഴുന്നു. ശിവാനിയും അഞ്ജലിയും മയൂരിയെ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി. മയൂരി, നീ ഇതെന്തായി ചെയ്തത്? അർജുന് പരിക്ക് പറ്റി കാണില്ലേ? ശിവാനി, അതിനകത്ത് അർജുൻ ഇല്ലല്ലോ. കുപ്പി ഒഴിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. ശിവാനിയും മയൂരിയും ബോട്ടിലിനടുത്തേക്ക് നോക്കി. അപ്പോൾ അവർക്കതിൽ അർജുനെ കാണാനായില്ല. പകരം ഒരു മനുഷ്യന്റെ രൂപത്തിൽ പുക ഉയരുന്നുണ്ടായിരുന്നു. ആ ബോട്ടിൽ താഴെ ഒടഞ്ഞുകിടക്കുകയായിരുന്നു. അർജുൻ എവിടെ? അപ്പോൾ ഒരു ശബ്ദം കേൾക്കാനിടയായി. ശിവാനി തന്റെ കണ്ണുകൾ ഉപയോഗിച്ച് ആ പുകയിലേക്ക് ഒരു പ്രകാശം അയച്ചു. അപ്പോൾ ആ പുക അർജുനായി പരിണമിച്ചു. എല്ലാവരും പരസ്പരം നോക്കുകയായിരുന്നു. നാഗരാജാവേ, അവസാനം നീ ജയിച്ചു. ആ ദുഷ്ടൻ മന്ത്രവാദിയുടെ കയ്യിൽ നിന്നും നീ എന്റെ ജീവൻ രക്ഷിച്ചു. ശിവാനി അടുത്തേക്ക് ചെന്ന് അർജുനെ കെട്ടിപ്പിടിക്കുന്നു. അല്ല, ഇത്രയും നാളായിട്ടും അമ്മ എന്നെ അന്വേഷിച്ചത് പോലും ഇല്ലേ? അമ്മയ്ക്ക് ഇതുവരെ ഒന്നും അറിയില്ല.
കാരണം കൗശിക് നിന്റെ അപർണയുണ്ടാക്കി അങ്ങോട്ട് അയച്ചിരുന്നു. അവൻ ഞങ്ങളെ ധാരാളം സഹായിച്ചു. അത് കാരണം അവനോട് ദേഷ്യം തോന്നി കൗശിക് അവനെ കൊന്നുകളഞ്ഞു. നടന്ന സംഭവങ്ങൾ അർജുൻ അറിയില്ല. അർജുൻ ഇപ്പോഴും ഈ ജീവിതത്തിൽ പൂർണ്ണ രൂപത്തിലൊരു നാഗമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ വിശിഷ്ട ശക്തികളൊന്നുമില്ല. ശരി, ഇപ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോകാം നമുക്ക്. കരുണ ആന്റി നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. മയൂരി, നീ ഞങ്ങളുടെ കൂടെ എങ്ങനെ വരാൻ പറ്റും? അത് നടക്കില്ലല്ലോ. ആന്റി ചോദിച്ചാൽ ഞങ്ങൾ എന്തു പറയും? നിനക്ക് താമസിക്കാനുള്ള സൗകര്യം നീ പുറത്തു തന്നെ ചെയ്യണം. ആ കൗശിക് ഇനി കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് എന്നെ തന്നെ ആയിരിക്കും. അത് മനസ്സിലാക്കൂ. നീ വിഷമിക്കേണ്ട മയൂരി, അവനെ കൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കൂ. ഞാൻ ആ ഏക്തയോട് പകരം വീട്ടണമെന്ന് വിചാരിച്ചു. പകരം വീട്ടുകയും ചെയ്തു. ഇനി ഞാൻ വെളിയിൽ തന്നെ ഇരുന്നോളാം. അർജുനും അഞ്ജലിയും ശിവാനിയും വീട്ടിലേക്ക് പോവുകയാണ്. മയൂരി പുറത്തു തന്നെ നിൽക്കുന്നു. അർജുൻ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്നത് കാരണം അവൻ വികാരാധീനനാകുന്നു. എന്നിട്ട് കരുണ കാണുന്നതിനു മുമ്പായി തന്നെ അവനെ സ്വയം നിയന്ത്രിക്കാൻ നോക്കുകയാണ്. കരുണ ദേഷ്യത്തിൽ അകത്തുനിന്ന് വന്നു. നിങ്ങളെല്ലാവരും എവിടെ പോയതാണ്? ആന്റിയോട് പറഞ്ഞിട്ടല്ലേ പോയത്? അപ്പോ ഒരിടത്ത് പോയിട്ട് തിരികെ വരാൻ ഇത്രയധികം സമയമെടുക്കുമെന്നാണോ? ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ടിനെ കണ്ടു. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും എന്താ, നിങ്ങൾക്ക് കൂട്ടുകാരെ കാണുന്നതാണല്ലോ അതിലും പ്രധാനം. അതുപോലെ ഈ അർജുൻ, അവൻ എന്നെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. എന്തു പറ്റിയമ്മേ? ദിവസവും പാമ്പുകൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നീ ഇപ്പോഴും ചോദിക്കുന്നു എന്താ പറ്റിയതെന്ന്? അർജുന കാര്യങ്ങൾ മനസ്സിലാകുന്നു. അപ്പോൾ അവൻ വേഗം കരുണയെ കെട്ടിപ്പിടിച്ചു. സോറി അമ്മേ, ഇനി അമ്മയെ ഒരിക്കലും തനിച്ചു വിട്ട് ഞാൻ എങ്ങും പോകില്ല. എല്ലാവരും ആഹാരം കഴിച്ച് ഉറങ്ങാനായി പോയി. അതേസമയം കൗശിക്കിന്റെ ഗുഹയ്ക്കുള്ളിൽ കൗശിക് ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. റീത്തയും നീത്തയും ആകട്ടെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കൗശിക്കിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് റീത്തയും നീത്തയും ഭയന്ന് നിൽക്കുകയായിരുന്നു. ശിവാനി, ശിവാനി, നീയും മയൂരിയും ചേർന്ന് വലിയൊരു തെറ്റാണ് ചെയ്തത്. മയൂരിയെ ഞാൻ എങ്ങനെയൊക്കെയാണ് നോക്കിയത്. അവൾക്ക് ഒരുപാട് ശക്തികളും കൊടുത്തിരുന്നു. പക്ഷേ അതിന് പകരമായി അവൾ എന്നെ വഞ്ചിച്ചു കളഞ്ഞു. ആ നാഗം ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഈ മയൂരി ചെയ്തതിന് എന്ത് ശിക്ഷയാണ് ഞാൻ നൽകേണ്ടത്? പെട്ടെന്ന് കൗശിക്കിന്റെ ശ്രദ്ധ റീത്തയുടെ മേൽ പതിച്ചു. എന്നിട്ട് അയാൾ എന്തോ ആലോചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഏക്ത ഇപ്പോൾ മരിച്ചുപോയി. ഇനി നീയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ചെയ്യേ. അർജുന്റെ സഹോദരിയെ പിടിച്ചോണ്ട് വരാം നമുക്ക്. അതെ, അതാണ് ശരി. അങ്ങനെ അർജുൻ സ്വയം ഇവിടേക്ക് എത്തിച്ചേരും. അവന്റെ പിന്നാലെ ആ ശിവാനിയും ഇവിടേക്ക് വരും. ഇത്തവണ എന്തായാലും അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. റീത്ത അർജുന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് പീഹുവിനെ കിഡ്നാപ്പ് ചെയ്ത് ആ ഗുഹയ്ക്കുള്ളിലേക്ക് തിരികെ വന്നു. റീത്ത പീഹുവിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അഞ്ജലി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. എന്നിട്ട് അഞ്ജലിയും റീത്തയുടെ പുറകെ തന്നെ ആ ഗുഹയിലേക്കെത്തി. അതേസമയം അർജുൻ ആരും കാണാതെ ശിവാനിയുടെ അടുത്തേക്ക് വന്നു. നീയാണ് എന്നെ രക്ഷിച്ചത്. ശരിക്കും ഞാൻ എല്ലാവരും എന്തുമാത്രം മിസ് ചെയ്യുന്നറിയോ? നമ്മൾ ഇനി എത്ര നാളിങ്ങനെ ഒളിച്ചും പാത്തും കണ്ടുകൊണ്ടിരിക്കും? ഇനി നമ്മളെ കൗശികിനെ കണ്ട് പേടിക്കാൻ പാടില്ല. നമ്മൾ അവനോട് ശരിക്കും എതിർത്ത് നേരിടണം. നീ എങ്ങനെയാ നാഗമാവുക? അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. കൗശികിന്റെ കഥ ആദ്യം അവസാനിപ്പിക്കണം. അപ്പോ എന്തോ ഒന്ന് താഴെ വീഴുന്ന ശബ്ദം കേട്ടു. അർജുൻ വേഗം തന്നെ തന്റെ മുറിയിലേക്ക് തിരികെ പോയി. എന്നിട്ട് നോക്കുമ്പോൾ കരുണ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീണതാ. അതേസമയം റീത്ത പീഹുവിനെയും എടുത്തു കൊണ്ടുപോയി ആ ഗുഹയിൽ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് കൗശിക്കിന്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയം അഞ്ജലി അവളുടെ പുറകെ ചെന്ന് റീത്തയുടെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കുന്നു. എന്നിട്ടൊരു കത്തി ഉപയോഗിച്ച് അവളുടെ കഴുത്ത് അവിടെ വെച്ച് തന്നെ അറുത്തു. പീഹു അപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്. അഞ്ജലി അവളെ അവിടെ നിന്ന് എടുത്ത് തിരികെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് മുറിയിൽ കിടത്തി ഉറക്കിയിട്ട് അവൾ പുറത്തേക്കിറങ്ങുകയായിരുന്നു. അപ്പോഴേക്കും പീഹു പെട്ടെന്ന് അഞ്ജലിയുടെ കൈകളിൽ കയറി പിടിച്ചു. ഇവരെല്ലാം ആരാണ്? എന്തിനാണ് നമ്മളെ ശല്യം ചെയ്തോണ്ടിരിക്കുന്നത്? ആരാണ് മോളെ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ഇന്ന് ആ ഗുഹയ്ക്കകത്ത് നടന്ന എല്ലാം കണ്ടു. പീഹു, ഈ വിഷയം നീ ആരോടും പറയരുതേ. ശരി, ഞാൻ ആരോടും പറയില്ല. അഞ്ജലി പീഹുവിനെ ഉറക്കിക്കിടത്തിയിട്ട് തിരികെ തന്റെ മുറിയിലേക്ക് തന്നെ വന്നു. പിറ്റേന്ന് രാവിലെ പകരം വീട്ടാനായി നീത അഞ്ജലിയെ അന്വേഷിച്ചു വന്നു. എന്നാൽ അഞ്ജലിയെ ഒന്നും ചെയ്യാൻ അവൾക്കായില്ല. ശിവാനി അവളെ ഇടയ്ക്ക് വെച്ച് തന്നെ തടയുകയും ചെയ്തു. രണ്ടുപേരും പരസ്പരം പോരാടാൻ തുടങ്ങി.
നിന്റെ സുഹൃത്തിന് എന്തായാലും മരണത്തിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇനി നിന്റെ അവസരമാണ്. ഞാൻ പകരം വീട്ടാൻ വേണ്ടി വന്നതാണ്. മാറി നിന്നോ എന്റെ വഴിയിൽ നിന്ന്. അഞ്ജലിയുടെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ എന്നെ വിജയിക്കേണ്ടതുണ്ട്. നീത തന്റെ നാഗിനിയുടെ രൂപത്തിലേക്ക് മാറുന്നു. അപ്പോൾ ശിവാനിയും നാഗിനിയുടെ രൂപത്തിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ കരുണ പെട്ടെന്നത് കാണുകയുണ്ടായി. നീത കരുണയെ കണ്ടപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോയി. അപ്പോൾ ശിവാനിക്ക് തിരികെ മനുഷ്യരൂപത്തിലേക്ക് മാറേണ്ടതായി വന്നു. ശിവാനി ഒന്നും പറയാതെ നിൽക്കുകയായിരുന്നു. കരുണ അവളെ തന്നെ നോക്കിക്കൊണ്ടേ നിന്നു. കരുണ അർജുനെയും അഞ്ജലിയെയും ഉറക്കെ വിളിക്കുന്നു. എല്ലാവരും ഓടി താഴേക്ക് വരുന്നു. അപ്പോൾ കരുണ വീണ്ടും ദേഷ്യത്തോടെ ഒച്ച വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ വീട്ടിലെ ശരിക്കുമുള്ള നാഗിനി ഈ ശിവാനിയാണ്. ഇവള് കാരണമാണെന്ന് ഏറ്റ വന്നത്. അന്ന് എനിക്ക് തോന്നിയ സംശയം ശരി തന്നെയാണ്. പക്ഷെ ഞാനതിന്റെ വെറും തോന്നലാണെന്ന് കരുതി വെറുതെ വിട്ടു. എന്തു പറ്റിയമ്മേ? അമ്മ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശിവാനി ഒരു ഇച്ഛാധാരി നാഗിനിയാണ്. അല്ലമ്മേ, അമ്മ പറയുന്ന പോലെ അല്ല. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. പീഹു അഞ്ജലിയുടെ നേരെ നോക്കാൻ തുടങ്ങി. എന്നാൽ അവൾ ആരോടും ഒന്നും തന്നെ പറയുന്നില്ല. ഇനി എനിക്ക് ആരോടും ഒന്നും തന്നെ പറയാനില്ല. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പൊക്കോ. അയ്യോ ആന്റി, നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്ക് എത്രത്തോളം വിഷമമായി എന്നുള്ളത് നിനക്ക് വല്ലതും അറിയോ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അമ്മേ. പക്ഷേ എന്താ? ഞാൻ ഏതെങ്കിലും മന്ത്രവാദിയെ വിളിച്ചിവളെ കൊണ്ടുപോകാൻ പറയുന്നതിന് മുമ്പ് ശിവാനിയോട് തന്നെ ഇവിടുന്ന് സ്വയം പോകാൻ പറയുന്നതായിരിക്കും നല്ലത്. എന്റെ വീട്ടിൽ വന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെയും കാരണം ഈ ശിവാനിയാണ്. ഒന്നും മറത്തു പറയാതെ തന്നെ ശിവാനി അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും അവൾ പുറത്തേക്ക് പോകുന്നത് നോക്കി നിന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നതിനിടയിൽ കരുണ അഞ്ജലിയോടും അർജുനോടുമായി പറഞ്ഞു, രണ്ടുപേരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വീട്ടിൽ ദുശക്തികളുടെ പ്രഭാവം വല്ലാതെ കൂടിയത് കാരണം അതെല്ലാം കണ്ട് പേടിച്ച് എനിക്കിപ്പോൾ എന്തോ വല്ലാതായി തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്തണം. അഞ്ജലിയും അർജുനും പരസ്പരം നോക്കി നിൽക്കുകയാണ്. അമ്മേ, എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? ശരി ആന്റി, അത് നമുക്ക് പതുക്കെ ചെയ്യാലോ. ശരി, ഞാനിനി നിങ്ങളോട് ഒന്നും പറയില്ല. കരുണ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. വൈകുന്നേരം ആരും കാണാതെ അർജുൻ ശിവാനിയെ അന്വേഷിച്ച് ശിവാനിയുടെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് ശിവാനിയെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. നീ എന്താ സത്യം പറയാതിരുന്നത്? ആന്റിയെ വിഷമിപ്പിക്കാതിരിക്കാനാ ഞാൻ മിണ്ടാതിരുന്നത്. അർജുനും ശിവാനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശിവാനി പെട്ടെന്ന് നോക്കുമ്പോൾ കരുണയെ കണ്ടു. കരുണ അർജുനെ പിന്തുടർന്ന് അവിടെ വരെ എത്തിയതായിരുന്നു. ശിവാനിയുടെ വായിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വന്നു, ആന്റി. അല്ല, നീ എന്താ പെട്ടെന്ന് ഇപ്പൊ അമ്മയെപ്പറ്റി ഓർത്തത്? ഓർത്തതല്ല, ആന്റി പുറകിലുണ്ട്. അർജുനും പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നു. അമ്മ എന്താ ഇവിടെ? നീ എന്താ കരുതിയത്? നീ എന്ത് ചെയ്താലും എനിക്കൊന്നും മനസ്സിലാവില്ലെന്നാണോ? നീ വീട്ടിലേക്ക് വാ, നിന്നോട് ഞാൻ വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ഞാൻ നിന്റെ കാലിൽ വീണ് അപേക്ഷിക്കാം ശിവാനി, നീ ദയവേത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകണം. ദയവായി എന്റെ മകനെ വെറുതെ വിട്. ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ സന്തോഷത്തോടെ പോയി ഞങ്ങളുടെ ജീവിതത്തെ നീ നശിപ്പിച്ചു കളഞ്ഞു. ഇവിടുന്ന് പോകൂ ശിവാനി, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകൂ നീ. കരുണ അർജുന്റെ കൈയും പിടിച്ച് അവനെ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു. വഴിനീളെ അവനെ ധാരാളം ചീത്ത പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അർജുൻ തിരികെയൊന്നും പറയാതെ കരുണയോടൊപ്പം പോകുന്നു. കരുണയും അർജുനും ഇങ്ങനെ വരുന്നത് കണ്ട് അഞ്ജലിയും പീഹുവും ഓടി താഴേക്ക് വരുന്നു. എന്തു പറ്റി ആന്റി? എന്തിനാണ് അർജുന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നത്? അതിന് അർജുൻ എന്ത് ചെയ്തു? ഇപ്പോൾ ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കരുണ അർജുനെ പുറത്തു തന്നെ നിർത്തിയിട്ട് തന്റെ മുറിയിലേക്ക് പോകുന്നു. എന്തു പറ്റി അർജുൻ? ഒന്നുമില്ല. എന്തു പറ്റിയെന്ന് പറയൂ അണ്ണാ, എന്തു പറ്റി? പിഹു, നീ നിന്റെ റൂമിലേക്ക് വെക്കോളൂ. പീഹു തന്റെ മുറിയിലേക്ക് പോകുന്നു. ഇപ്പൊ പറയൂ, എന്താണ് പറ്റിയത്? അർജുൻ അഞ്ജലിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അർജുൻ, ഇനി നമ്മൾ ആന്റിയോട് ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അത് പറയാതിരിക്കുന്നതാ നല്ലത്. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് ശരീരത്തിന് സുഖമില്ലാതിരിക്കല്ലേ. അതേ സമയത്ത് റീറ്റയെ കൊന്നു കഴിഞ്ഞോ? ഇനി നീ മാത്രമേ ഉള്ളൂ. ഞാൻ ആ നാഗിനിയോടും മയിലിനോടും പകരം വീട്ടിയിട്ടേ ഇരിക്കൂ. നീ ശിവാനിയെയും അഞ്ജലിയെയും വിട്ടേക്ക്. അവരെ എന്താ ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കോളാം. നീ ആ മയൂരിയുടെ കഥ മാത്രം അവസാനിപ്പിക്കേ. ശരി, ഞാൻ പോവുകയാണ്. നിൽക്ക്. മയൂരിയുടെ ശക്തിയെപ്പറ്റി എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്റെ പല ശക്തികളും ഇപ്പോ അവൾക്കൊപ്പമുണ്ട്. കൗശിക് നീതയ്ക്ക് ധാരാളം ശക്തികൾ നൽകി അവളെ പറഞ്ഞയക്കുന്നു.
മയൂരി ഒറ്റയ്ക്ക് ആ ഗുഹയ്ക്കകത്ത് ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. മയൂരി എന്തോ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഒരു പാമ്പിന്റെ മണം വന്നത്. തീർച്ചയായിട്ടും ഇവിടെ എവിടെയോ ഒരു പാമ്പിരിപ്പുണ്ട്. അപ്പോൾ നീത പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വന്നു. മയൂരി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. എനിക്ക് നാഗിനെ ഇഷ്ടമേ അല്ല. മയിലിനെ കളിയാക്കിക്കൊണ്ട് നീത ചിരിക്കാൻ തുടങ്ങി. നീ എന്താ കരുതിയത്? ഞാനിവിടെ നിന്നോട് കൂട്ടുകൂടാൻ വന്നതാണെന്നാണോ? ഞാൻ നിന്നോട് പകരം വീട്ടാൻ വന്നതാ, പകരം. ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. നീത തന്റെ വായെ കൊണ്ട് പുക ഊതാൻ തുടങ്ങി. അപ്പോൾ ആ ഗുഹ മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. മയൂരിക്കൊന്നും തന്നെ കാണാനാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ട് കൗശിക്കും എത്തിച്ചേരുന്നു. മയൂരി നീതയെ ആക്രമിക്കാൻ തുടങ്ങി. നീത പെട്ടെന്ന് താഴേക്ക് വീഴാൻ പോകുന്നുണ്ടെങ്കിലും അവൾ തിരികെ നിന്നു. ഈ വഞ്ചകിയായ മയിലേ, ഞാൻ നിനക്ക് തന്ന ശക്തി തിരിച്ചെടുക്കാൻ പോവുകയാണ്. കൗശിക് ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് മയൂരിയുടെ മേളിലേക്ക് എന്തോ നിറഞ്ഞു. അപ്പോൾ മയൂരിക്ക് പെട്ടെന്ന് തല കറങ്ങാൻ തുടങ്ങി. അപ്പോൾ അവളുടെ കണ്ണുകൾ പതുക്കെ അടയാൻ തുടങ്ങി. മയൂരിയുടെ ഉള്ളിലുള്ള എല്ലാ ശക്തികളും പുറത്തേക്ക് വരാൻ തുടങ്ങി. മയൂരിയുടെ ഉള്ളിൽ ഇപ്പോൾ മയൂരിയുടെ ശക്തികൾ മാത്രമേ ഉള്ളൂ. നീത മയൂരിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും തമ്മിൽ നല്ല പോരാട്ടം തന്നെ നടന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം മയൂരി നീതയുടെ മുന്നിൽ ദുർബലയായി തുടങ്ങി. അങ്ങനെ മയൂരി മരണമടയുകയും ചെയ്തു. അർജുന്റെ വീട്ടിൽ അഞ്ജലി, അർജുൻ, രണ്ടുപേരും താഴേക്ക് വാ. രണ്ടുപേരും താഴേക്ക് വരുന്നു. അഞ്ജലി, ഇന്ന് തന്നെ അർജുനുമായുള്ള നിന്റെ കല്യാണം ഞാൻ നടത്തും. എന്ത്? അതെ, നീ കേട്ടത് ശരി തന്നെയാ. ബാക്കി ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ച് കല്യാണം നടത്തുകയാണ്. അമ്മയെ എന്തിനെങ്ങനെ ധൃതി പിടിക്കുന്നേ? അർജുൻ, നിന്നോട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. നീ ഒന്നും മിണ്ടാതെ കല്യാണം കഴിച്ചാൽ മാത്രം മതി. ശരി ആന്റി, എന്തിനാണ് ഇത്രയും അവസരം? എത്ര മാസങ്ങളായി നിങ്ങൾ കല്യാണം നീട്ടിവെക്കാൻ തുടങ്ങിയിട്ട്? അർജുൻ എന്തിനു നീട്ടിവെക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കേട്ടപ്പോൾ അർജുൻ നിശബ്ദനായി. ഇനി എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. നിങ്ങൾ രണ്ടുപേരും വൈകിട്ട് 5 മണിക്ക് തയ്യാറായിരിക്കണം. നമ്മൾ അമ്പലത്തിൽ പോകും. നിങ്ങളുടെ കല്യാണം ഞാൻ അവിടെ വെച്ച് നടത്തും. അതിനുള്ളിൽ ഞാൻ അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് കരുണ അവിടെ നിന്ന് പോയി. ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി എന്താ ചെയ്യുക? ഞാൻ വീണ്ടും പറയുവാണ്, ആന്റിയോട് എല്ലാ സത്യവും പറഞ്ഞോളൂ. ശരി, പക്ഷെ എങ്ങനെ പറയുക? നമുക്ക് ആലോചിക്കാം. നോക്കൂ, ഇപ്പൊ ആ മയിലിനെയും കൊന്നു. ശരിയാ, പക്ഷെ കൗശിക് ഭയങ്കര ദുഷ്ടനാ. എനിക്കിപ്പോ ശിവാനിയെ കുറിച്ച് ഓർത്ത് സങ്കടം വരുന്നു. ആ കൗശിക് അവളെ എന്തെങ്കിലും ചെയ്യും. ഇല്ല, അതൊരിക്കലും നടക്കില്ല. ശിവാനിയുടെ ശക്തിക്ക് മുന്നിൽ കൗശിക് ഒന്നും തന്നെയല്ല. നീത ആ മയൂരിയെ കൊന്നു. ഞാൻ അവളെ വെറുതെ വിടില്ല. വേണ്ട വേണ്ട, അത് വിട്ടേക്ക്. വേണ്ട, നീ എന്നെ തടയണ്ട. കൗശിക്കിനെ നീതാവെ ഞാൻ ഇന്ന് തീർത്തേ അടങ്ങൂ. അഞ്ജലി നീതയുടെ അടുത്തേക്ക് പോകുന്നു. മയൂരിയെ കൊന്നതിനു ശേഷം നീത സന്തോഷത്തിലാണ്. അതുപോലെ അവൾക്ക് അതിന്റെ അഹങ്കാരവും വന്നു കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് ദൂരെ നിന്നും അഞ്ജലി വരുന്നത് കാണാനായി. അതേതായാലും കൊള്ളാമല്ലോ. നിങ്ങളുടെ എല്ലാം അവസാനം എന്റെ കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നേ. അഞ്ജലി മിണ്ടാതെ നിൽക്കുന്നു. എന്നാ അങ്ങനെ ആവട്ടെ. സമയം കളയാതെ ഞാൻ നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയെടുത്തേക്കാം. അഞ്ജലി ആദ്യമേ തന്നെ ദേഷ്യത്തിലായിരുന്നു. ഇതെല്ലാം പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് പിന്നെയും ദേഷ്യം വന്നു. ദേഷ്യം കാരണം അഞ്ജലിയുടെ മുടിയെല്ലാം അലങ്കോലമായി. എന്നിട്ടവൾ നാഗിനിയുടെ രൂപത്തിലേക്ക് മാറി. നീതയും അപ്പോൾ നാഗിനിയുടെ രൂപത്തിലേക്കായി. രണ്ടുപേരും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടൽ തന്നെ നടന്നു. അതിൽ അഞ്ജലിക്കും നീതയ്ക്കും രണ്ടുപേർക്കും പരിക്കുകൾ പറ്റി. അഞ്ജലിയും നീതയും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചുള്ള വിവരം കൗശിക് അറിയാനിടയായി. അതേസമയം ശിവാനിക്ക് എന്തോ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അഞ്ജലിക്ക് എന്തോ ആപത്ത് വരുന്നു എന്നുള്ള കാര്യം. ശിവാനി ഉടനെ തന്നെ ഗുഹയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ കൗശിക് എന്ന മൂങ്ങയും എത്തിച്ചേരുന്നു. എന്നിട്ട് ഒളിഞ്ഞു നിന്ന് നോക്കുകയായിരുന്നു. ശിവാനി ചെന്ന് അഞ്ജലിയെ എടുത്തു. അപ്പോൾ നീതയും എഴുന്നേറ്റ് വന്നു. അഞ്ജലി, ഈ നാഗിനെ കൊന്നേക്ക്. അഞ്ജലി നീതയെ കൊല്ലാനായി തന്റെ ശക്തി ഉപയോഗിച്ച് ഒരു തീഗോളം അവളുടെ മേലിലേക്ക് അയക്കുമ്പോഴേക്കും കൗശിക് വന്ന് ആ തീഗോളത്തെ തടയുന്നു. എന്നിട്ട് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കൗശിക്കിന് നേരെ തിരിഞ്ഞു. ഞാനുള്ളിടത്തോളം കാലം നീറ്റയെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല. ശിവാനി കൗശിക്കിനെ ആക്രമിക്കാൻ തുടങ്ങി. അതുപോലെ അഞ്ജലിയും നീതയും പരസ്പരം പോരാടാൻ തുടങ്ങി. വളരെ നേരമായി എല്ലാവരും പരസ്പരം പോരാടുകയാണ്. എല്ലാവർക്കും സാരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. കൗശിക് ശിവാനിയെ ബന്ധനത്തിലാക്കുന്നു. എന്നിട്ട് കൊല്ലാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് നാഗദേവത എത്തുന്നു. എന്നിട്ട് ശിവാനിയെ രക്ഷിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ കൗശിക് അവിടെ നിന്നും അപ്രത്യക്ഷനായി. നീത അഞ്ജലിയെ കൊന്നുകളയുന്നു. അത് കണ്ടപ്പോൾ ശിവാനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇങ്ങനെ വിഷമിക്കേണ്ട ശിവാനി. ഈ നീത നമ്മുടെ നാഗലോകത്തിന് തന്നെ അപമാനമാണ്.
ഈ അപമാനത്തെ തീർക്കേണ്ടത് നീ തന്നെയാണ് ശിവാനി. നാഗദേവത പറയുന്നത് കേട്ടപ്പോൾ ശിവാനിയുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അത് കണ്ടാൽ ശിവാനി നാഗദേവതയുടെ അനുവാദത്തിനായി കാത്തുനിന്നതായി തോന്നും. ശിവാനി ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നീതയെ രണ്ടായി മുറിച്ചു കളഞ്ഞു. അതേസമയം അർജുൻ വൈകുന്നേരം 4 മണിയായി. എന്താണ് അഞ്ജലി ഇതുവരെ വരാത്തത്? അവളിങ്ങി വരൂ അമ്മേ. അവൾക്കറിയാലോ വൈകുന്നേരം 5 മണിക്ക് കല്യാണമാണെന്ന്. എന്നിട്ട് ഇങ്ങനെ പെരുമാറുന്നു. അവൾ എവിടെയെങ്കിലും പെട്ടതായിരിക്കും. ഇനി നീയെങ്ങാനും കല്യാണം വേണ്ടെന്നോ മറ്റോ പറഞ്ഞിട്ടാണോ അവൾ ഇങ്ങനെ ഇങ്ങോട്ട് വരാതിരിക്കുന്നത്? അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ സംശയിക്കാതെ. ഞാൻ അവളെ എങ്ങോട്ടും അയച്ചിട്ടില്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ശരി, കുറച്ചു നേരം കൂടെ കാത്തിരിക്കാം. അതേസമയം കൗശിക് ഗുഹയ്ക്കുള്ളിലേക്ക് എത്തുന്നു. എന്നിട്ട് ശിവാനിയുമായി ഏറ്റുമുട്ടുന്നു. നാഗദേവത അവിടെ തന്നെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഈ സമയം ശിവാനി തന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് വരുന്നു. എന്നിട്ട് കൗശിക്കിനെ ആക്രമിക്കുന്നു. ശിവാനി, കൗശിക്കിനെ അത്രയും വേഗം കൊല്ലാൻ പറ്റില്ല. കൗശിക്കിന്റെ ജീവൻ അവന്റെ കണ്ണിലാണുള്ളത്. അതാണ് നീ നശിപ്പിക്കേണ്ടത്. ശിവാനി അങ്ങനെ തന്നെ ചെയ്യുന്നു. എന്നിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൗശിക് താഴെ വീഴുന്നു. കൗശിക്കിനെ കൊന്നിട്ട് ശിവാനി തന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണുന്നത് കറുത്ത വസ്ത്രങ്ങളും ചുവന്ന കണ്ണുകളും കഴുത്തിൽ മാലകളും ധരിച്ച് ഒരു മന്ത്രവാദി നിൽക്കുന്നതാണ്. അയാൾ ശിവാനിയെ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു. ദുഷ്ടനാഗിനി, നീ എന്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല അല്ലേ? നിന്റെ മരണത്തിന്റെ സമയമായതുകൊണ്ട് നീ ഇപ്പൊ സ്വയം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. പക്ഷേ നിന്റെ കഴിഞ്ഞുപോയ കാലവും വരാനിരിക്കുന്ന കാലവും എനിക്കറിയാം. ആരാണ് നീ? ഞാൻ കൗശിക്കിന്റെ ഗുരുവാണ്. കൗശിക് എന്റെ വെറും ആയുധം മാത്രമാണ്. കൗശിക്കിനെ ഞാൻ മരണത്തിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞു. അറിയാം. കൗശിക്കിനെ കൊന്നതുകൊണ്ട് ഇനി നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതാണ് നിനക്ക് പറ്റിയ വലിയ തെറ്റ്. നിന്റെ കയ്യിൽ നിന്ന് നാഗമാണിക്യം വാങ്ങാതെ ഞാൻ പിൻവാങ്ങില്ല. ശിവാനി മന്ത്രവാദിയെ ദേഷ്യത്തോടെ നോക്കുന്നു. നിന്റെ നാശവും എന്റെ കൈകൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിൽ അത് ഉറപ്പായും നടന്നിരിക്കും. ശിവാനി, നീ ഈ പാപിയോട് അധിക നേരം സംസാരിക്കേണ്ട. അമാവാസി രാത്രിയിൽ ഇവനില്ലാതാകും. അതുതന്നെയാണ് ആ മഹാദേവന്റെ തീരുമാനവും. നിന്റെ കൈകൊണ്ടാണ് ഇവൻ മരിക്കേണ്ടത്. അതാണ് അവന്റെ വിധി. ശരി, പോയി വരൂ. അമാവാസിയോ? അമാവാസിയോ? അമാവാസിയുടെ അന്ന് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മന്ത്രവാദി ഇത്രയും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അതേ സമയത്ത് അർജുൻ, നീ അഞ്ജലിയൊന്ന് വിളിച്ചു നോക്ക്. അവളെന്താ എത്ര നേരായിട്ടും വരാത്തെ? ഞാൻ കോൾ ചെയ്തമ്മേ, പക്ഷെ കോൾ പോകുന്നില്ല. എനിക്ക് മുന്നേ തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉറപ്പായി നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അയ്യോ അമ്മേ, അങ്ങനെയൊന്നുമില്ല. ഇനി നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. നീ തന്നെ അഞ്ജലിനെ എങ്ങോട്ടോ പറഞ്ഞയച്ചിരിക്കുന്നെ. അമ്മേ, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? കരുണയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ട് ശിവാനി എത്തുന്നു. ശിവാനിയെ കണ്ടതും കരുണ വല്ലാതെ ഭയന്നുപോയി. ശിവാനി, ശിവാനി, നീ എന്താ ഇവിടെ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ കുടുംബത്തെ ശല്യപ്പെടുത്തരുതെന്ന്. പിന്നെന്താ നീ വീണ്ടും വന്നേ? ഞാൻ അർജുന്റെ അടുത്തേക്ക് വന്നതാ. അർജുൻ എന്റെ മകനാണ്. അവനൊരു മനുഷ്യനാണ്. നീ ഒരു നാഗമാണ്. പിന്നെ നീ എങ്ങനെ അവനോടൊപ്പം ജീവിക്കും? അമ്മേ, അമ്മയൊന്ന് അടങ്ങ്, ഞാൻ ചോദിച്ചോളാം. നീ ഒന്നും പറയണ്ട അർജുൻ. നീ വീണ്ടും അഞ്ജലിയെ വിളിക്കാൻ നോക്ക്. എന്ത് വില കൊടുത്തിട്ടും ഇന്ന് നിന്റെ കല്യാണം അഞ്ജലിയോടൊപ്പം നടന്നേ പറ്റൂ. ഇനി അതൊരിക്കലും സാധ്യമല്ല. നിന്നെക്കൊണ്ട് ഈ കല്യാണം മുടക്കാനാവില്ല ശിവാനി. നിന്നെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി നീയാണ് അഞ്ജലിയെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളത്. ഞാൻ എന്തിനാ അഞ്ജലിയെ ഒളിപ്പിക്കുന്നത്? കാരണം അർജുനും അഞ്ജലിയും കല്യാണം കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അമ്മേ, അങ്ങനെയൊന്നും ഇല്ലമ്മേ. ശിവാനി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലമ്മേ. എന്നെ ഒന്ന് വിശ്വസിക്കാൻഡി. അർജുൻ പറയുന്നത് സത്യമാണ്. എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാനാവില്ല. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെന്നാണോ? നീ ഇത്രയധികം നുണകൾ പറഞ്ഞതിന് ശേഷവും ഇനി വിശ്വസിക്കാനാവില്ല. നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. അഞ്ജലി എവിടെയാണ്? നീ എന്തിനാണ് ഈ കല്യാണം മുടക്കാൻ നോക്കുന്നത്? കൗശിക് ഈ കല്യാണം മുടക്കി കഴിഞ്ഞു. ഈ കൗശിക് ആരാണ്? അയാൾ എങ്ങനെയാണ് ഈ കല്യാണം മുടക്കിയത്? കൗശിക് ഒരു ഇച്ഛാധാരി മൂങ്ങിയായിരുന്നു. ഞാൻ അതിനെ കൊന്നുകളഞ്ഞു. കൗശിക് ചത്തുപോയെന്നു? അർജുൻ, നിനക്കും കൗശിക്കിനെ അറിയാമായിരുന്നോ? ആ, അറിയാം. ഞങ്ങളോട് ക്ഷമിക്കണം ആന്റി. ഞങ്ങൾ നിങ്ങളോട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചു. എന്ത് സത്യം? എന്ത് തന്നെയാണെങ്കിലും പറയ. ആന്റി, ആന്റിക്ക് ഓർമ്മയില്ലേ നമ്മൾ ഒരുമിച്ച് ഒരു ദിവസം കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ മുന്നിൽ പെട്ടെന്നൊരു അപരൻ വന്നു നിന്നത്? ആ, എനിക്ക്
എനിക്ക് ഓർമ്മയുണ്ട്. ആ ദിവസം വീട്ടിലൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് വാതിൽക്കൽ നിന്ന് അപ്രത്യക്ഷനായതും. അതെ അതെ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അമ്മേ, ആ ആളാണ് കൗശിക്. പക്ഷെ അയാൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ? അതുപോലെ ശിവാനി, നീ എന്തിനാ അയാളെ കൊന്നത്? ആന്റി, ഞാനൊരു ഇച്ഛാധാരി നാഗിനിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കൗശിക് ആ മാണിക്യത്തിനായി എന്റെ പുറകെ വരികയായിരുന്നു. ഇന്ന് വരെ ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നോ അതിന്റെ എല്ലാം പിന്നിൽ കൗശികായിരുന്നു. അതുകൊണ്ട് മാത്രമാണോ നീ ഒരു ഇച്ഛാധാരി മൂങ്ങയെ കൊന്നുകളഞ്ഞത്? ആന്റി, ഇനി പറയുന്ന സത്യം കേട്ട ആന്റി പേടിക്കരുത്. ഈ കളി എനിക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സത്യം എന്താണെന്ന് ഇനി എനിക്കറിയണം. അഞ്ജലി എന്നു പേരുള്ള പെൺകുട്ടിക്ക് ഒരു അസ്തിത്വമേ ഉണ്ടായിരുന്നില്ല ആന്റി. അവളും കൗശിക് പറഞ്ഞുവിട്ട ഒരു നാഗിനിയായിരുന്നു. അവളെ അർജുന്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടതാണ്. ഇന്ന് കൗശിക് അവളെയും കൊന്നുകളഞ്ഞു. ഇതെല്ലാം എങ്ങനെ സാധ്യമാകും? അർജുനും ശിവാനിയും ചേർന്ന് ബാക്കി കാര്യങ്ങളും കരുണയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അതേസമയം മന്ത്രവാദി തന്റെ ഗുഹയിലിരുന്ന് ഹോമം ചെയ്യുകയായിരുന്നു. എന്നിട്ട് തന്റെ 4 ചുറ്റുപാടും ശക്തികളുടെ ഒരു ഓറ തയ്യാറാക്കുകയാണ്. ശിവാനി വളരെ തന്ത്രശാലിയാണ്, അത് നേരത്തെ തന്നെ എനിക്കറിയാം. പക്ഷെ ഇവള് ഭയങ്കര ശക്തിശാലിയാണ്. ഞാൻ അയച്ച മൂങ്ങയും കൊന്നുകളഞ്ഞു. ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇതിനുറപ്പായിട്ട് ഞാൻ ശിവാനിയോട് പകരം ചോദിച്ചിരിക്കും. ആ കൗശിക്ക് മരിച്ചുപോയത് കൊണ്ട് എന്റെ ഒരുപാട് വർഷത്തെ ശ്രമം ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ആ ശിവാനിയും നാഗറാണിയും കൂടി എന്നെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമുള്ളവരായി വളർന്നിരിക്കുന്നു. പക്ഷെ അവർക്കറിയില്ല ഞാൻ ചിരഞ്ജീവിയാണെന്ന്. ചിരഞ്ജീവി. എന്നെ കൊല്ലാനായി അവർ പല ജന്മങ്ങളെടുത്താലും അവർക്കതിന് കഴിയില്ല. എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ മരണമില്ലാത്തവനാണ്, മരണമില്ലാത്തവൻ. മന്ത്രവാദി ഇങ്ങനെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയാളുടെ ശബ്ദം ആ ഗുഹയിൽ മുഴുവൻ മുഴുങ്ങി കേൾക്കാമായിരുന്നു. ആ മന്ത്രവാദി ഒരു ഭ്രാന്തനെ പോലെ ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അർജുന്റെ വീട്ടിൽ കൗശിക് ഇപ്പൊ മരിച്ചല്ലോ, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ല ആന്റി. എന്താ ഇനി എന്താ പ്രശ്നമുള്ളത്? കൗശിക്കിന്റെ മന്ത്രവാദിയായ ഗുരു ഇപ്പോഴും ജീവനോടുണ്ട്. കൗശിക്കിന് ഒരു ഗുരു ഉണ്ടെന്നോ? അപ്പോൾ അയാൾ തീർച്ചയായും ഒരു മന്ത്രവാദിയായിരിക്കണമല്ലോ. ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. എനിക്കും ഇന്നാണ് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയത്. അതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ ശിവാനി, ഒരു കാര്യം പറയ്. നീ എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? അതുപോലെ അന്ന് ആ കാട്ടിൽ എന്താ നടക്കുന്നുണ്ടായിരുന്നേ? ഇപ്പോഴതിനുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനുള്ള ഉത്തരം ഞാൻ ആന്റിയോട് പിന്നെ പറയാം. എനിക്കിപ്പോ യാതൊരു പ്രശ്നവുമില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോടിപ്പോ തുറന്നു പറയാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് പീഹു കരയുന്ന ശബ്ദം കേട്ടു. എല്ലാവരും ഓടി പീഹുവിന്റെ മുറിയുടെ അടുത്തേക്ക് പോകുന്നു. ചെന്ന് നോക്കുമ്പോൾ പീഹു അവിടെ ഉണ്ടായിരുന്നില്ല. പീഹു, പീഹു, നീ എവിടെ പോയി മോളെ? പീഹു, നീ എന്തിനാ കരയുന്നത്? നീ എവിടെയാണ്? എല്ലാവരും പീഹുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ പീഹുവിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ശിവാനി തന്റെ കണ്ണുകൾ അടച്ചു നോക്കുമ്പോൾ കാണുന്നത് പീഹുവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി എന്നുള്ള വിവരമാണ്. എനിക്ക് പീഹുവിനെ കാണാൻ കഴിയുന്നുണ്ട്. എവിടെയാ എവിടെയാ അവളുള്ളത്? ഏതോ ഒരു സ്ത്രീ പീഹുവിനെയും എടുത്തുകൊണ്ട് പോവാണ്. ആ സ്ത്രീ പീഹുവിന്റെ വായ അടച്ചു പിടിച്ചിട്ടുണ്ട്. ശിവാനി, ശ്രദ്ധിച്ചു നോക്ക്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? എനിക്ക് കാണാൻ കഴിയുന്നത് വെച്ച് അവർ ഗുഹയുടെ ദിശയിലേക്കാണ് പോകുന്നത്. ആ സ്ത്രീയും ഏതോ നാഗിനിയോ അല്ലെങ്കിൽ പൂച്ചയോ ആണ്. എന്റെ പീഹുവിനെ രക്ഷിക്കൂ. ആന്റി പേടിക്കണ്ട ആന്റി, പീഹുവിന് ഒന്നും സംഭവിക്കില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് കാട്ടിലേക്ക് ചെന്നേ പറ്റൂ. ഞാൻ ഒറ്റയ്ക്ക് ഗുഹയിലേക്ക് പോകാം. ഞാനും നിന്റെ കൂടെ വരാം. നമ്മൾ ഒരുമിച്ച് ഗുഹയിലേക്ക് പോകുന്നത് ഒട്ടും സുരക്ഷിതമല്ല. കാരണം നമ്മളില്ലാതിരുന്ന ആ മന്ത്രവാദിയോ അയാളുടെ അനുയായികളോ ആന്റിയെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ശിവാനി, നീ ഇന്നത് ആലോചിച്ച് വിഷമിക്കണ്ട. കാരണം ഇന്ന് നിങ്ങളുടെ ഒപ്പം ഞാനും വരുന്നുണ്ട്. വേണ്ടമ്മേ, അമ്മയ്ക്ക് അങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കാൻ കഴിയില്ല. അർജുൻ, അമ്മ കൂടെ വരട്ടെ. കാരണം അമ്മ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടുള്ള റിസ്ക്കും നമുക്കിപ്പോ എടുക്കാനാവില്ല. അർജുൻ ശിവാനി പറയുന്നത് അനുസരിക്കുന്നു. 3 പേരും ചേർന്ന് ഗുഹയിലേക്ക് പോകാൻ തുടങ്ങി. പോകുന്ന വഴിയിലിടയ്ക്കെല്ലാം ഒരു പൂച്ച അവരുടെ വഴിയിൽ കുറുകെ ചാടി. ഈ പൂച്ചയ്ക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അതെന്തിനിടയ്ക്കിടയ്ക്ക് നമ്മുടെ വഴിയിൽ വന്ന് ചാടുന്നത്? ആരാണ് നീ? നീ എന്തിനാ എന്റെ വഴി തടയുന്നത്? പൂച്ച പോയി ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നു. എന്നിട്ട് വളരെ പേടിപ്പിക്കുന്ന ഭീകരമായൊരു ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ശിവാനി തന്റെ ചുവടുകൾ അല്പം കൂടെ മുന്നോട്ട് വെച്ചു. അപ്പോൾ ആ പൂച്ച പുറകിൽ നിന്ന് പെട്ടെന്ന് കരുണയുടെ മേളിലേക്ക് ചാടി വീണു. അപ്പോൾ ശിവാനി ആ പൂച്ചയെ പെട്ടെന്ന് തന്റെ ബന്ധനത്തിലാക്കി. ആരാണ് നീ? സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. പൂച്ച തന്റെ മനുഷ്യരൂപത്തിലേക്ക് മാറാൻ തുടങ്ങി.
പക്ഷേ ശിവാനി ആ പൂച്ചയുടെ നേരെ നോക്കുമ്പോൾ അവൾ അത്ഭുതപ്പെട്ടുപോയി. അപ്പോൾ ശിവാനി പെട്ടെന്ന് പറഞ്ഞു, മയൂരി നീയോ? നീ ജീവനോടെ ഉണ്ടോ? മയൂരി നീയോ? ഈ മയൂരി ആരാണെന്ന് പറ. നമ്മളുടെ വീട്ടിൽ ഏറ്റവും ആദ്യം അഞ്ജലിയായി വന്നത് മയൂരിയായിരുന്നു. പക്ഷെ കൗശിക് മയൂരിയെ കൊന്നുകളഞ്ഞല്ലോ. നീ ഒരിക്കലും മയൂരി ആവുകയില്ല. മയൂരിയുടെ രൂപത്തിലുള്ള ഏതോ അപരയാണ്. സത്യസന്ധമായി പറയൂ, നീ ആരാണ്? എന്തു പറ്റി? നിന്റെ ശക്തികളെല്ലാം വളരെ ക്ഷയിച്ചു പോയോ? ഞാൻ ആരാണെന്ന് കൂടി നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാനാണ് ആ മയിൽ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പൂച്ച അവിടെ നിന്ന് അപ്രത്യക്ഷയായി. ശിവാനിയും അർജുനും കരുണയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്പുകളുടെ ശരവർഷമുണ്ടായി. അർജുനും ശിവാനിയും ചേർന്ന് കരുണയെ ഒളിപ്പിച്ചു വെച്ചു. എല്ലാ അമ്പുകളും ശിവാനിയുടെയും അർജുന്റെയും മേൽ വന്നു പതിക്കുന്നു. ശിവാനി, അർജുൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിക്കു പറ്റിയല്ലോ. നോക്ക്, എത്ര ചോരയാ വരുന്നത്. ആന്റി, നിങ്ങൾ പേടിക്കണ്ട. എന്ത് നടന്നാലും അത് നല്ലതിനു വേണ്ടിയാ. ഇനി എന്തായാലും അവന്റെ അവസാനം ഉറപ്പാണ്. ശിവാനി, എന്റെ ശക്തിയൊക്കെ എനിക്ക് എപ്പോഴാണ് ലഭിക്കുക? എന്നോട് ഗുരുജി പറഞ്ഞത് ആ പഴയ ക്ഷേത്രത്തിൽ പോയി നീ മഹാദേവന്റെ പൂജ ചെയ്യണമെന്നാണ്. അപ്പോൾ നിനക്ക് നിന്റെ എല്ലാ ശക്തികളും തിരികെ ലഭിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അത് ചെയ്യാം. ശിവാനിയും അർജുനും കരുണയും 3 പേരും ഗുഹയിലേക്ക് എത്തി. അർജുൻ, മുന്നിലിരിക്കുന്ന ശിവലിംഗത്തിന്റെ അടുത്ത് പോയി നീ പൂജകൾ ചെയ്തോളൂ. അപ്പോഴേക്കും ഞാൻ പോയി പീഹുവിനെ കണ്ടെത്തിയിട്ട് വരാം. ആന്റി, നിങ്ങളും അർജുന്റെ കൂടെ തന്നെ ഇരുന്നോളൂ. കരുണയും അർജുനും പരമശിവന്റെ മുന്നിൽ പൂജകൾ ചെയ്യാനായി ഇരിക്കാൻ തുടങ്ങി. ശിവാനി ആ മന്ത്രവാദിയെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അവിടെ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. പൊടിയും ഇലകളും കാറ്റിൽ പറന്നുയരാൻ തുടങ്ങി. കഠിനമായ മഴയോടൊപ്പം നല്ല ഇടിമിന്നലും വന്നു തുടങ്ങി. ഇപ്പോഴത്തെ കാലാവസ്ഥ കാണുമ്പോൾ തോന്നുന്നത് ഇന്ന് മഹാകാലം രൗദ്രരൂപത്തിലാണ് ഉള്ളതെന്നുള്ളതാണ്. ദുഷ്ടനായ മന്ത്രവാദി, നീ എവിടെയാണെങ്കിലും പുറത്തേക്ക് വാ. നിന്റെ നാശത്തിനായി ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ശിവാനി വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചിട്ടും അകത്തുനിന്നൊരു ശബ്ദവും വരുന്നില്ല. അതുപോലെ മന്ത്രവാദിയും മുന്നോട്ട് വരുന്നില്ല. അല്പസമയത്തിനു ശേഷം ശിവാനി തന്റെ നാഗിനിയുടെ രൂപം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ പൂച്ച അങ്ങോട്ട് വന്നു. എന്നിട്ട് തന്റെ ശരിക്കുമുള്ള മനുഷ്യരൂപത്തിലേക്ക് വന്നു. ശിവാനിയും തിരിച്ച് മനുഷ്യരൂപം പ്രാപിക്കുന്നു. അത് ശരി, അപ്പൊ നീ ശരിക്കും ഒരു അപര തന്നെയാണല്ലേ? നീ മയൂരിയുടെ രൂപം സ്വീകരിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയായിരുന്നോ? അതെ, ഞാൻ പൂച്ചയാണ്. ഞാൻ വിചാരിച്ചാൽ നിന്റെ കണ്ണ് തന്നെ എന്നെ കൊണ്ടെടുക്കാൻ പറ്റും. പിന്നെ നിന്റെ ഈ സുന്ദരമായ ശരീരത്തെ ഞാൻ എന്റെ വലിയ നഖങ്ങൾ കൊണ്ട് കീറി മുറിക്കും. ആരാരെ എന്ത് ചെയ്യുമെന്നുള്ളത് കുറച്ചു കഴിയുമ്പോൾ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഓക്കെ, നീ മരിക്കാൻ തയ്യാറായിക്കോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പൂച്ച ഒരു ശക്തമായ ചാരം ശിവാനിയുടെ കണ്ണിലേക്ക് എടുത്തെറിയുന്നു. അതുമൂലം ശിവാനിയുടെ കണ്ണുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ശിവാനി കണ്ണുകൾ തുറക്കാനായി ശ്രമിച്ചു നോക്കുന്നു. ആ കിട്ടിയ അവസരം ഉപയോഗിച്ച ആ പൂച്ച ശിവാനിയെ തള്ളി താഴെയിടുന്നു. ശിവാനിയും കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ട് തന്നെ ആ പൂച്ചയെ തള്ളി മാറ്റുന്നു. എന്നാൽ ആ പൂച്ച ശിവാനിയുടെ മുകളിൽ കയറിയിരുന്ന് അവളെ തല്ലുന്നു. അത് ശിവാനിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. അപ്പോൾ അവൾ തന്റെ കണ്ണുകൾ തുറന്നു. ശിവാനി ആ പൂച്ചയെ എടുത്തു പൊക്കി ദൂരേക്കെറിഞ്ഞു കൊന്നുകളഞ്ഞു. എന്നിട്ട് തന്റെ ശക്തിയെ ഉപയോഗിച്ച് ഒരു കത്തിയെടുത്ത് ആ പൂച്ചയെ ദൂരെ നിന്ന് തന്നെ എറിഞ്ഞു. അത് ആ പൂച്ചയുടെ കണ്ണുകളിൽ തന്നെ പോയി കൊണ്ടു. വേദന മൂലം ആ പൂച്ച അവിടെ കിടന്ന് ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി. ശിവാനി അപ്പോൾ ഒരു ശൂലം വരുത്തിച്ച് അതെടുത്ത് ആ പൂച്ചയുടെ വയറിന് നേരെ എറിഞ്ഞു. അതുമൂലം ആ പൂച്ച അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചു. ശിവാനി വീണ്ടും അവിടെ നിന്ന് ഉച്ചത്തിൽ മന്ത്രവാദിയെ വെല്ലുവിളിക്കാൻ തുടങ്ങി. എടാ ദുഷ്ടനായ മന്ത്രവാദി, നിനക്കല്പമെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ നീ നേരെ വന്നു നിന്ന് ഏറ്റുമുട്ട്. ഇന്ന് തന്നെ നിന്റെ അവസാനം ഞാൻ ഉണ്ടാക്കും. പൂച്ചയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ആ മന്ത്രവാദി പുറത്തേക്ക് വന്നില്ല. അതുപോലെ ശിവാനിയുടെ വെല്ലുവിളിയും അയാളെ ഒരു രീതിയിലും ബാധിച്ചില്ല. അപ്പോൾ ശിവാനിക്ക് പെട്ടെന്ന് കരുണയുടെ ശബ്ദം കേൾക്കാനിടയായി. അവൾ പെട്ടെന്നോടി അവരുടെ അടുത്തേക്ക് ചെന്നു. ശിവാനി, പീഹു എവിടെയാണെന്ന് വല്ല വിവരവും കിട്ടിയോ? ഇല്ല ആന്റി, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ശിവാനിയും കരുണയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് നാഗദേവത പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും നാഗദേവതയെ വണങ്ങുന്നു. ശിവാനി, ഞാൻ ആ ശിവഭഗവാനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപികളെ അവസാനിപ്പിക്കുന്ന നിന്റെ അവസാന യുദ്ധമായി ഇതിരിക്കട്ടെ. ഇപ്പോൾ നിനക്ക് നല്ലൊരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നീ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ മന്ത്രവാദി മരണമില്ലാത്തവൻ, അതുകൊണ്ട് ഇവനെ എളുപ്പത്തിൽ കൊല്ലുവാൻ സാധിക്കില്ല. എന്നാലും നിന്നെ കൊണ്ടത് കഴിയും. പിന്നെ ഈ ദിവസം നീ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്കിവനെ കൊല്ലുവാൻ സാധിക്കില്ല.
മന്ത്രവാദി പുറത്തേക്കേ വരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ കൊല്ലാനാണ്? നിനക്ക് ആ ഈശ്വരനെ കൊണ്ട് മാത്രമേ വഴി കാണിക്കുവാൻ പറ്റൂ. ശിവഭഗവാനോ? അതെ, ആ ശിവഭഗവാനെ നീ ധ്യാനിക്കൂ, എന്നിട്ട് വരാൻ പറയൂ. നാഗദേവതയുടെ ഒപ്പം ബാക്കി എല്ലാവരും അവിടെ പൂജയ്ക്കായി ഇരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പീഹു ഓടി പുറത്തേക്ക് വന്നു. എല്ലാവരും ചേർന്ന് പീഹുവിനോട് ചോദിച്ചു അവൾ എവിടെയായിരുന്നുവെന്ന്. പക്ഷെ പീഹുവിന് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് പീഹു പെരുമാറിക്കൊണ്ടിരുന്നിരുന്നത്. നോക്കൂ ശിവാനി, പീഹുവും നമ്മളെ തേടി ഇവിടെ എത്തിയിരിക്കുകയാണ്. പിന്നിൽ എന്തോ ഒന്നുണ്ട്. അതായത് ആ മന്ത്രവാദി ഇന്ന് തീർച്ചയായും വെളിയിൽ വരില്ല. അവൻ അകത്തൊളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ തന്നെ അകത്ത് പോകേണ്ടി വരും. എന്നാൽ അവനെ എങ്ങനെ കൊല്ലണമെന്ന് ആ മഹാദേവൻ തന്നെ നിനക്ക് തുണ കാണിക്കും. എല്ലാവരും ചേർന്ന് വീണ്ടും മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. പൂജകളിലും അർച്ചനകളിലും പ്രസാദിച്ച് ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ശബ്ദം മാത്രമേ കേൾക്കാനായുള്ളൂ. ശിവാനി, അർജുൻ, നിങ്ങൾ ഇതുവരെ നടത്തിയ പൂജയിൽ ഞാൻ സംതൃപ്തനായി. നിങ്ങൾ ഒരുപാട് വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇതൊരു പരീക്ഷണമായിരുന്നു. ആ ദുഷ്ടന്മാരൊക്കെ നിങ്ങളുടെ കൈകൊണ്ട് ചാകണമായിരുന്നു. അതായിരുന്നു വിധി. ഈ ദുഷ്ടനും ഈ ത്രിശൂലം കൊണ്ടാണ് മരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ത്രിശൂലം ഞാൻ നിനക്ക് നൽകുന്നു. ശിവാനി, നീ ആ ഗുഹയ്ക്കുള്ളിൽ പോയി ആ മരണമില്ലാത്ത ദുഷ്ടനെ നശിപ്പിക്ക്. നീ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിന് ഈ ലോകം നിന്നോട് കടപ്പെട്ടിരിക്കും. എല്ലാവരും ചേർന്ന് ശിവഭഗവാനോട് നന്ദി പറയുന്നു. അപ്പോൾ ശിവഭഗവാൻ അവർക്ക് മറ്റൊരു വരം കൂടെ നൽകി. ശിവാനി, അർജുൻ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും എല്ലാ ശക്തികളും ലഭിച്ചിരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി നാഗലോകത്ത് തന്നെ താമസിക്കാം. ഇല്ലെങ്കിൽ അമ്മയോട് കഴിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഭൂമിയിൽ കഴിയാം. അർജുൻ, ഈ ജന്മത്തിൽ കരുണയാണ് നിന്റെ അമ്മ. അതുകൊണ്ടാണ് നിന്നോട് അവൾക്ക് അത്രയേറെ വാത്സല്യമുള്ളത്. ഞാൻ ഈ ഭൂമിയിൽ തന്നെ കരുണ അമ്മയോടൊപ്പം അർജുന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ശിവഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ ശിവാനി ആ ത്രിശൂലവും എടുത്തുകൊണ്ട് ഗുഹയ്ക്കകത്തേക്ക് ആ മന്ത്രവാദിയെ അന്വേഷിച്ച് ചെല്ലുന്നു. എന്നാൽ ആ മന്ത്രവാദി ഇന്നത്തെ രാത്രിയെ എങ്ങനെയും മറികടക്കാൻ ആഗ്രഹിച്ചു. അത് കാരണം തന്നെ അയാൾ ശിവാനിയെ ആക്രമിക്കാൻ മുതിരുന്നില്ല. പകരം അയാൾ ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചിരിക്കുകയായിരുന്നു. അവസാനം ശിവാനി അയാളെ കണ്ടെത്തുക തന്നെ ചെയ്തു. എന്നിട്ട് ഗുഹയിൽ നിന്ന് പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. ഇങ്ങോട്ട് നോക്കൂ ശിവാനി, നീ ഇന്ന് എന്റെ അടുത്തേക്ക് വരരുത്. നിനക്ക് വേണമെങ്കിൽ നാളെ എന്നോട് പോരാടാം. ഇന്ന് നീ എന്നെ വിട്ടേക്ക്. ഞാൻ തീർച്ചയായും വിടാം. പക്ഷെ ഗുഹയ്ക്കുള്ളിലേക്കല്ല, പകരം മരണത്തിലേക്ക്. അങ്ങനെയാണോ? എങ്കിൽ ഇന്ന് നീയാണോ ഞാനാണോ എന്ന് നോക്കാം. മന്ത്രവാദി തന്റെ ശക്തികൾ ഉപയോഗിച്ച് ശിവാനിയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ ശക്തികളൊന്നും ശിവാനിയെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. അപ്പോൾ ശിവാനി മന്ത്രവാദിയെ പിടിച്ചു നിലത്തിട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ആ മന്ത്രവാദി ഭൂമിയിലേക്ക് വീണു. അപ്പോൾ ശിവാനി തന്റെ ഒരു കാലെടുത്ത് ആ മന്ത്രവാദിയുടെ വയറിന്മേൽ വെച്ചു. എന്നിട്ട് ശിവഭഗവാൻ കൊടുത്ത ആ ത്രിശൂലം മന്ത്രവാദിയുടെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി. അതുമൂലം ആ മന്ത്രവാദി വേദന കൊണ്ട് പിടഞ്ഞ് മരിച്ചു. ഇത് കണ്ടപ്പോൾ ഭൂമിയിലും പാതാളത്തിലും സ്വർഗത്തിലും 1000 ദീപങ്ങൾ തെളിഞ്ഞു. സന്തോഷത്താൽ നിറഞ്ഞാടി. ശിവാനി, നീ ഒരു വിധത്തിൽ ആ മഹാഭാപിയെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരി, ഞാനിപ്പോൾ പോകുന്നു. നീ നിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി കഴിയൂ. നാഗദേവതി, ഈ നാഗമാണിക്യം ഞങ്ങൾ താങ്കളെ ഏൽപ്പിക്കുകയാണ്. ദയവായി ഇത് നാഗലോകത്ത് തന്നെ വെക്കണം. അർജുനും ശിവാനിയും നാഗദേവതയ്ക്ക് ആ മാണിക്യം കൈമാറുന്നു. എന്നിട്ട് കരുണയോടൊപ്പം വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കരുണ രണ്ടുപേരുടെയും കല്യാണം നടത്തി. ഇപ്പോൾ ശിവാനിയും അർജുനും പീഹുവും കരുണയും സന്തോഷത്തോടെ ജീവിക്കുകയാണ്.